പോകാം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകരെ ഇന്നലെ രാത്രി പോലീസ് ബലം പ്രയോഗിച്ചു നീക്കിയ സമരക്കാർ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡുകളും സ്റ്റേജും പോലീസ് പൊളിച്ചു. ഇന്നലെ കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായി പ്രതിഷേധക്കാർ ചണ്ഡീഗഡിൽ ചർച്ച നടത്തിയിരുന്നു. KP അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ പഞ്ചാബ് സർക്കാർ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്? നേരത്തെ അവരുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടായിരുന്നല്ലോ സമരക്കാർക്ക്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ശ്രീജ, ശംഭു കനൌരി എന്നത് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും അതിർത്തി പ്രദേശമാണ്. അതായത് ഈ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള അന്തർഗതാഗതം, ഈ ചരക്ക് ഗതാഗതം അടക്കം നടക്കുന്ന പ്രധാനപ്പെട്ട പാതയാണിത്. ഈ പാതയിൽ ആണ് കഴിഞ്ഞ 400 ദിവസത്തിൽ അധികമായി പഞ്ചാബിലെ കർഷകർ പ്രതിഷേധ സമരം തുടരുന്നത്. ഈ പാത ഭാഗികമായി അടച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ സമരക്കാരുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തുകയും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത്രയും അധികം ദിവസമായി സമരക്കാർ പാത തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു പഞ്ചാബ് സർക്കാർ ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രതിഷേധക്കാർ അതിന് വഴങ്ങിയില്ല. സമരം തുടരുക എന്നത് തന്നെയായിരുന്നു അവരുടെ നിലപാട്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാത തടസ്സപ്പെടുത്തുന്നു എന്ന് മാത്രവുമല്ല, അവിടെ പന്തലടക്കം, താൽക്കാലികമായി പന്തലടക്കം നിർമ്മിച്ചുകൊണ്ട് പ്രതിദിനം 1000-ലധികം പ്രതിഷേധക്കാർ ആണ് അണിനിരക്കാറുള്ളത്. മാത്രവുമല്ല, ഈ പ്രതിഷേധക്കാർ ഹരിയാനയിലേക്ക് എത്തുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് ഹരിയാന പോലീസ് അവിടെ ബാരിക്കേഡുകളും തീർത്തിരുന്നു. ഈ ബാരിക്കേഡുകൾ അടക്കം ആണ് ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. 1000-ലധികം വരുന്ന കർഷകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയും ഇവരെ പട്യാലയിലെ പോലീസ് ക്യാമ്പിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൗതുകകരമായ വിഷയം എന്നത് ശ്രീജ സൂചിപ്പിച്ചത് തന്നെയാണ്. നമുക്കറിയാം, രാജ്യം ഒട്ടാകെ ശ്രദ്ധിച്ച കർഷക സമരത്തിന് വേദിയായിരുന്നത് ഡൽഹിയായിരുന്നു. ഡൽഹിയുടെ പ്രവേശന കവാടത്തിൽ വലിയ തോതിൽ പഞ്ചാബിൽ നിന്ന് കർഷകർ എത്തിയപ്പോൾ അതിന് പൂർണ്ണമായും ഐക്യം പിന്തുണ പ്രഖ്യാപിച്ചത് AAP ആയിരുന്നു. മാത്രവുമല്ല, അവിടെ കുടിവെള്ളം വിച്ഛേദിക്കുക, ഇന്റർനെറ്റ് വിച്ഛേദിക്കുക, ഇത്തരം നടപടികളെ അപലപിക്കുകയും അതിനെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തത് അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളാണ്. അതേ കെജ്രിവാളിന്റെ AAP തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ അധികാരത്തിലിരിക്കുന്നത്. ആ സർക്കാർ ആണ് ഈ തരത്തിൽ, അതായത് സമാന സ്വഭാവമുള്ള ഒരു പ്രതിഷേധം പഞ്ചാബിൽ നടത്തുമ്പോൾ കർഷകർക്ക് എതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ വിമർശനം തന്നെയാണ് സംയുക്ത കിസാൻ മോർച്ച ഉന്നയിക്കുന്നത്. അതായത് RSSനും BJPക്കും AAP കീഴ്പ്പെട്ടു പോയി എന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചു, ചണ്ഡീഗഡിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടന്നിരുന്നുവെന്ന്. ആ ചർച്ചയ്ക്ക് ശേഷം തിരികെ എത്തിയ കർഷക നേതാക്കളെ അടക്കമാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് എന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. കർഷക നേതാവായ ദല്ലേവാൾ അവിടെ നിരാഹാര സമരം തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ്. ഇതേ തുടർന്ന് പ്രത്യേക ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് നീക്കുകയും വളരെ പ്രധാനപ്പെട്ട മറ്റ് കർഷക നേതാക്കളെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ, ശരി. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.